ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിക്കാം. സ്വാർത്ഥത ആത്മീയ ജീവിതത്തിൽ. എന്താ നോക്കിയാലോ? സ്വാർത്ഥ ലാഭത്തിനായോ സ്വാർത്ഥ സ്നേഹത്തിനായോ ദൈവത്തെ സ്നേഹിക്കുന്നവർ അവർക്ക് എന്ത് കിട്ടും എന്നതാണ് അവരുടെ പ്രാർത്ഥനയിൽ പ്രധാനമായി അന്വേഷിക്കുന്നത്. അപ്പം വർദ്ധിപ്പിച്ച അവസരത്തിൽ ധാരാളം പേർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അവരിൽ ചിലർ യേശുവിനെ അന്വേഷിച്ചു വരുന്നുണ്ട്. യേശു അത് തിരിച്ചറിയുന്നു. യേശു പറഞ്ഞു, ഇന്നലെ അപ്പം ലഭിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് എന്നെ അന്വേഷിക്കുന്നത്. കാൽവരിയിലെ കുരിശ് യാത്രയിലും യേശുവിൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്, പക്ഷേ വളരെ കുറച്ച് പേർ മാത്രം. സ്വന്തം സുഖവും ലാഭവുമാണ് പ്രാർത്ഥനയിലൂടെ നാം അന്വേഷിക്കുന്നതെങ്കിൽ ഈശോയേക്കാൾ ഏറെ നാം അന്വേഷിക്കുന്നത് നമ്മുടെ തന്നെ സ്വാർത്ഥതയാണ്. പ്രതിഫലേച്ഛ കൂടാതെ ദൈവത്തെ സ്നേഹിക്കുന്നതാണ് എത്രയോ ഭാഗ്യം. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്കുള്ളതാണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഹൃദയം മറ്റൊന്നിനെയും അന്വേഷിക്കാതിരിക്കാൻ എനിക്ക് കൃപ തരണമേ. ഓക്കെ, താങ്ക് യു, ബൈ.